ഹരി ഓം. നാളെ കർക്കിടകം 1, രാമായണ മാസാചരണത്തിന് ശുഭാരംഭം കുറിക്കുന്ന പുണ്യദിനം. കേരളത്തിൽ പഞ്ഞമാസമായി കരുതുന്ന കർക്കിടക മാസത്തിൽ വിവാഹം, ഗൃഹപ്രവേശം, വിദ്യാരംഭം തുടങ്ങിയുള്ള ശുഭകാര്യങ്ങൾ ഹിന്ദു സമൂഹം നടത്താറില്ല. എന്നിട്ടും കർക്കിടക മാസം തന്നെ രാമായണ മാസമായി ആചരിക്കുന്നത് രാമായണം എന്ന മഹാഗ്രന്ഥത്തിന്റെ മഹിമ അത്രത്തോളം വലുതായതുകൊണ്ടാണ്. കർക്കിടക മാസത്തിലാണ് ദക്ഷിണായനം ആരംഭിക്കുന്നത്. സൂര്യന്റെ ദക്ഷിണായന രേഖയിലേക്കും അവിടെ നിന്ന് ഭൂമധ്യരേഖയിലേക്കുമുള്ള യാത്രകൾ മനുഷ്യ ശരീരത്തെ ഏറെ ബാധിക്കുന്നതാണ്. പഞ്ചഭൂത നിർമ്മിതങ്ങളായ പ്രപഞ്ചവും മനുഷ്യ ശരീരവും പരസ്പര പൂരകങ്ങളായതിനാൽ തന്നെ കാറ്റും മഴയും ഉൾപ്പെടെയുള്ള പ്രതികൂലമായ അവസ്ഥകൾ മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങൾക്കും രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഔഷധ സേവയ്ക്കും പിഴിച്ചിൽ, ഉഴിച്ചിൽ മുതലായ ചികിത്സകൾക്കും ആയുർവേദം പറയുന്നത് ഈ മാസമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി രാമായണ പാരായണം നമ്മെ സഹായിക്കുന്നത്. രാമായണ പാരായണത്തിലൂടെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആദർശ പുരുഷനായും പരമാത്മാവായുമാണ് നമ്മൾ ആചരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ മനസ്സിൽ ദക്ഷിണായന ഉത്തരായന സാംസ്കാരിക ചലനങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഫലമായി ദുരിതപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നു. എന്നാൽ രാമായണ പാരായണം നിത്യവ്രതമാക്കിയ ഒരാൾക്ക് കർക്കിടക മാസം എന്ന പ്രത്യേക ആചരണത്തിൻ്റെ ആവശ്യവും ഉദിക്കുന്നില്ല. ഇനിയും ഏറെ പറയാനുണ്ടെങ്കിലും തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാ വീടുകളിലും രാമായണ മാസം ആചരിക്കുക. രാമായണവും മഹാഭാഗവതവും കിളിപ്പാട്ടുകളാണ്. അതിനാൽ ഇവ പാരായണം ചെയ്യുന്നതിന് പ്രത്യേക ഈണമോ രാഗമോ ഒന്നും തന്നെ ഇല്ല. ഏതൊരു സാധാരണക്കാരനും ഇവ പാരായണം ചെയ്യാവുന്നതാണ്. മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് തെറ്റുകൂടാതെ പാരായണം ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.